ഉണ്ണി ഇൻഫോടെക്കിൻ്റെ മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് ലേഔട്ട്സിനെ കുറിച്ചിട്ടാണ്. അതായത് പേജിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം, പേജ് സൈസ് എങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം, അതുപോലെ പേജ് മാർജിൻസ്, ബ്രേക്സ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാം, ബ്രേക്സിനകത്ത് വരുന്ന പലതരം ബ്രേക്സുകൾ ഏതൊക്കെയാണ് എന്നിവയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം പേജ് മാർജിൻസിനെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പോൾ പേജ് മാർജിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പേജിൻ്റെ 4 സൈഡിലുള്ള സ്പേസ് അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് മാർജിൻ നമ്മൾ നോട്ട്ബുക്കിലൊക്കെ കണ്ടിട്ടില്ലേ മാർജിൻ, അതുപോലെ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതുകൂടാതെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ മാർജിൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലേഔട്ട് പറഞ്ഞ ടാബിനകത്താണ് പോകേണ്ടത്. ഇപ്പോൾ ലേഔട്ടിനകത്ത് പേജ് സെറ്റപ്പിനകത്തുള്ള ഫസ്റ്റ് ഓപ്ഷനാണ് മാർജിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മാർജിൻസ് ജസ്റ്റ് ഒന്ന് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർജിൻസ് കാണാൻ കഴിയും. നോർമൽ, നാരോ, മോഡറേറ്റ്, വൈഡ്, മിറേർഡ്, ഓഫീസ്. ഇനി ഇതുകൂടാതെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാർജിൻസ് കസ്റ്റമൈസ് ചെയ്തെടുക്കാനും പറ്റും. അതിനുള്ള ഓപ്ഷനാണ് കസ്റ്റമൈസ് മാർജിൻ എന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് ടോപ്പിൽ എത്ര സ്പേസ് വിടണം, ലെഫ്റ്റ് എത്ര സ്പേസ് വിടണം, ബോട്ടം റൈറ്റിലൊക്കെ എത്ര സ്പേസ് വിടണം എന്ന് സെറ്റ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെറ്റിങ്സിൽ നമ്മുടെ മാർജിൻ സെറ്റ് ആയിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ ആരോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കാണുന്ന ഈ ഒരു ഫോർമാറ്റ് തന്നെ ആയിരിക്കും. നാരോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് ഇവിടെ കുറച്ച് കുറഞ്ഞ് കാണാം. ഇപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഡാറ്റാസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈക്വൽ ടു റാൻഡ്, ഇപ്പോൾ നമുക്ക് 10 കൊണ്ട് കൊടുക്കാം. ഇങ്ങനെ കൊടുത്താലും നമുക്ക് ഡാറ്റാസ് വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ടെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് മാർജിൻസ് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാർജിൻ സ്പേസ് പറയുന്നത് കുറച്ച് കുറവാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് നോർമൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ മാർജിൻ സ്പേസ് കറക്റ്റായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് അവിടെ മാർജിന് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വൈഡ് എടുത്താൽ ഇതെങ്ങനെ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും മാർജിൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ പറഞ്ഞ മാർജിൻ തന്നെയാണ് സെലക്ട് ചെയ്യുക. അത് നമ്മുടെ ഇഷ്ടാനുസരണം അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഷെയറിങ് ഈസ് കെയറിങ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. നെക്സ്റ്റ് വരുന്നതാണ് പേജ് ഓറിയൻറ്റേഷൻ. അപ്പോൾ പേജ് ഓറിയൻറ്റേഷൻ വന്നിട്ട് മാർജിന് തൊട്ടടുത്ത ഓപ്ഷനാണ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് ഓറിയൻറ്റേഷൻ ഉണ്ടാവും. അതിൽ ഒന്ന് വന്നിട്ട് പോർട്രേറ്റും പിന്നെ ഒന്ന് ലാൻഡ്സ്കേപ്പും. പോർട്രേറ്റ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു A4 ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ A4 ഷീറ്റ് ജസ്റ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയി പിടിച്ചു കഴിഞ്ഞാലുള്ള ആ ഒരു ഫോർമാറ്റാണ് പോർട്രേറ്റ്. ലാൻഡ്സ്കേപ്പ് പറയുന്നത് ആ A4 ഷീറ്റിനെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പോലെ വരില്ലേ, അതാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഇത് പോർട്രേറ്റിലാണ് നിൽക്കുന്നത്, നമ്മുടെ സാധാ A4 ഷീറ്റ് പോലെ. പിന്നെ ഇത് ലാൻഡ്സ്കേപ്പാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഡോക്യുമെൻ്റ് അപ്പിയർ ചെയ്യാം. വീണ്ടും പോർട്രേറ്റ് തന്നെ ആക്കുന്നുണ്ട്. ഇതാണ് ഓറിയൻറ്റേഷൻ വരുന്നത്. ഓറിയൻറ്റേഷൻ 2 ടൈപ്പ് ഉണ്ട്, പോർട്രേറ്റും അതുപോലെ ലാൻഡ്സ്കേപ്പും. പിന്നെ വരുന്ന ഓപ്ഷനാണ് സൈസ്, അതായത് പേജ് സൈസ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ A4 ഷീറ്റാണ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പേജാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ സൈസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലെറ്റർ സൈസിലുള്ള പേജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പേജ് അവിടെ മാറിക്കൊണ്ടേയിരിക്കും. ടാബ്ലോയിഡ്, അതുപോലെ തന്നെ ലീഗൽ, അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ഒത്തിരി പേജ് സൈസുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇനി ഈ ലിസ്റ്റിലുള്ള പേജ് സൈസ് കൂടാതെ നമുക്ക് വേറെ ഏതെങ്കിലും പേജ് സൈസ് വേണമെങ്കിൽ മോർ പേപ്പർ സൈസിൽ പോയിട്ട് അതിനനുസരിച്ച് വിഡ്ത്തും ഹൈറ്റും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള പേജ് സൈസ് ആയിരിക്കും അവിടെ സെറ്റ് ആവുന്നത്. അപ്പോൾ നോർമലി നമ്മൾ A4 തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ A4 ഷീറ്റിലേക്ക് തന്നെ നമ്മളത് കൺവേർട്ട് ചെയ്ത് വെക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രേക്സിനെ കുറിച്ചിട്ടാണ്. അത് പേജിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എവിടെയൊക്കെ ബ്രേക്ക് വെക്കാം അതിനെ കുറിച്ചിട്ടാണ്.
അപ്പോൾ ആ ഓപ്ഷൻ വന്നിട്ട് ബ്രേക്സിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേജ് ബ്രേക്ക് വരുന്നുണ്ട്, അതുപോലെ കോളം ബ്രേക്ക് ഉണ്ട്, ടെക്സ്റ്റ് റാപ്പിംഗ് ഉണ്ട്, പിന്നെ കുറച്ച് സെക്ഷൻ ബ്രേക്സ് ഉണ്ട്. അപ്പോൾ പേജ് ബ്രേക്കിൽ വരുന്നത് തന്നെയാണ് സെക്ഷൻ ബ്രേക്സ്. അപ്പോൾ പേജ് ബ്രേക്ക് എന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മൾ എവിടെയാണോ നമ്മുടെ കേഴ്സർ കൊണ്ടുപോയി വെക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ആ ഒരു പേജ് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ആ പേജ് ബ്രേക്കിൽ വരുന്ന പിന്നെ ഇതിനകത്ത് തന്നെ സെക്ഷൻ ബ്രേക്ക് പറഞ്ഞിട്ട് കുറച്ച് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് നെക്സ്റ്റ് പേജാണ്. അപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഈ പാരഗ്രാഫിനെ അവിടെ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ബ്രേക്സിൻ്റെ അവിടെ നെക്സ്റ്റ് പേജ് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ കേഴ്സർ വെച്ച് സെലക്ട് ചെയ്തിട്ട് ബ്രേക്ക് കൊടുത്തത് അത് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പേജിലോട്ട് ബാലൻസ് മൂവ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്സിൽ വരുന്ന, അതായത് പേജ് ബ്രേക്കിൽ വരുന്ന നെക്സ്റ്റ് പേജ് പറഞ്ഞ സെക്ഷൻ ബ്രേക്ക്. ഇനി വരുന്നത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കേഴ്സർ എവിടെയെങ്കിലും വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ കേഴ്സർ ഈ ഒരു പാരഗ്രാഫിൻ്റെ അവിടെ വെക്കുന്നുണ്ട്. അതിനുശേഷം ബ്രേക്സിനകത്ത് സെക്ഷൻ ബ്രേക്കിൽ അണ്ടർ വരുന്ന കണ്ടിന്യൂസ് പറഞ്ഞ ബ്രേക്ക് എടുക്കാം. അതായത് നമ്മളിപ്പോൾ അവിടെ ബ്രേക്ക് സെറ്റ് ചെയ്തു, പക്ഷേ ഇത് നെക്സ്റ്റ് പേജിലോട്ടൊന്നും വന്നില്ല. കാരണം എന്താ, കണ്ടിന്യൂസ് ബ്രേക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ട് സെയിം പേജിനകത്ത് തന്നെയായിരിക്കും ബാലൻസ് വരുന്നത്. അതാണ് കണ്ടിന്യൂസ് ബ്രേക്ക്. നെക്സ്റ്റ് പേജിലോട്ട് പോകുമ്പോൾ അത് നെക്സ്റ്റ് പേജ് ബ്രേക്ക് ആവും. സെയിം പേജിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ അത് കണ്ടിന്യൂസ് ബ്രേക്ക് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പിന്നെ വരുന്നത് ഈവൺ പേജ് ബ്രേക്ക് ആണ്. ഈവൺ പേജ് ബ്രേക്ക് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ സെക്ഷൻ ബ്രേക്ക് കൊടുത്തത് അവിടെ നിന്ന് അത് മൂവ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ ഈവൺ പേജ് അല്ലെങ്കിൽ ഓഡ് പേജിലോട്ട് അത് മൂവ് ചെയ്യും. അതാണ് ഈ ഈവൺ പേജും ഓഡ് പേജും വരുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ ബ്രേക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്കത് എവിടെയാണ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വന്നിട്ട് ഹോമിനകത്ത് ഷോ ഓർ ഹൈഡ് കമാൻഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റിനകത്ത് നമ്മൾ എവിടേക്ക് സെക്ഷൻ ബ്രേക്ക് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടേക്ക് സ്പേസ്, ടാബ് അല്ലെങ്കിൽ എൻ്റർ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നമുക്കിവിടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടോ, ഇവിടെ നമ്മളൊരു സെക്ഷൻ ബ്രേക്ക് നെക്സ്റ്റ് പേജ് സെക്ഷൻ ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്, സെക്ഷൻ ബ്രേക്ക് നെക്സ്റ്റ് പേജ്. ഇവിടെ വെച്ചിട്ട് നമ്മളൊരു കണ്ടിന്യൂസ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ സെക്ഷൻ ബ്രേക്ക് കണ്ടിന്യൂസ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വന്നിട്ട് നമ്മുടെ എൻ്റർ അടിച്ചിട്ട് നെക്സ്റ്റ് പാരഗ്രാഫിൽ പോയതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ നമ്മൾ എന്തൊക്കെ ബ്രേക്ക് അല്ലെങ്കിൽ എൻ്റർ ടാബൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണുന്നത് ഷോ ഓർ ഹൈഡ് പറഞ്ഞ ഓപ്ഷനകത്താണ്. അതിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എവിടേക്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ അത് ഹൈഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇപ്പം നമുക്കൊരു സെക്ഷൻ ബ്രേക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എവിടെയാണ് സെക്ഷൻ ബ്രേക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് കേഴ്സർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ അത് പോയിക്കോളും. അതുപോലെ ഈ സെക്ഷൻ ബ്രേക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ കൊണ്ട് കേഴ്സർ കൊണ്ട് വയ്ക്കാം, എന്നിട്ട് ഡിലീറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്ഷൻ ബ്രേക്ക് അവിടെ നിന്ന് റിമൂവ് ആയിട്ട് പോകുന്നതായിരിക്കും. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോളംസിനെ കുറിച്ചിട്ടാണ്. കോളംസ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇതാണ് നമ്മുടെ കോളംസ്. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒറ്റ കോളം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡോക്യുമെന്റിൽ ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ കോളംസും യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ കോളംസിൽ ഏറോയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 1, 2, 3 ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് കാണും. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് 1 കോളത്തിലാണ്. അതേസമയം 2 കോളം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റിനെ അത് സെപ്പറേറ്റ് ചെയ്ത് 2 കോളം ആക്കിയിട്ട് വരുന്നതായിരിക്കും. ഇനി 3 എടുത്തു കഴിഞ്ഞാൽ 3 കോളംസിൽ വരും. ഇനി ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് കോളം കുറച്ച് ചെറുതും ബാക്കിയുള്ളത് വലുതുമായിട്ടാണ് വരിക. അപ്പോൾ ഇതുപോലെ വരും. ഇപ്പോൾ റൈറ്റ് കോളം പറഞ്ഞാൽ ലെഫ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരും. അപ്പോൾ ഇതിനകത്തും നമുക്ക് ബ്രേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിന് നമ്മൾ കോളം ബ്രേക്ക് എന്നാണ് പറയാം. അപ്പോൾ ഞാൻ 2 കോളം സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബ്രേക്സിൽ പോയിട്ട് കോളം ബ്രേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണ് കേഴ്സർ വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് അത് ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കോളത്തിൽ പോയിണ്ടാവും. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. കോളത്തിൽ ഞാനൊരു ഇനി 3 കോളംസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കേഴ്സർ ഇവിടെ വയ്ക്കുന്നു. എന്നിട്ട് ബ്രേക്സിൽ നിന്ന് കോളം ബ്രേക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് നെക്സ്റ്റ് കോളത്തിലോട്ട് മൂവ് ചെയ്യും.
അപ്പോൾ ഇതാണ് നമുക്ക് ഇഷ്ടമുള്ള പ്രകാരം കോളംസ് സെറ്റ് ചെയ്യാം. അതുപോലെ അതിനകത്ത് കോളം ബ്രേക്കും സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ കോളംസ് വന്നിട്ട് 1, 2, 3 ലെഫ്റ്റ് റൈറ്റ് കൂടാതെ നമുക്ക് ഒന്നും കൂടി കസ്റ്റമൈസ് ചെയ്ത് എടുക്കണമെങ്കിൽ മോർ കോളംസിൽ പോവാം. ഇതിനകത്ത് നമ്പർ ഓഫ് കോളംസ് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ 4 വേണമെങ്കിൽ 4 ആഡ് ചെയ്തിട്ട് അതിൻ്റെ വിഡ്ത്തും സ്പേസിംഗ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 4 കോളംസ് ആയിട്ട് അത് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ 4 കോളംസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 കോളംസ് വേണ്ട, നോർമലി നമുക്ക് 1 കോളം മതി വെച്ചിട്ട്, അതായത് കോളംസ് ഉണ്ടാക്കിയത് റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ വീണ്ടും കോളംസിൽ പോയിട്ട് ജസ്റ്റ് 1 സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പഴയ ഫോർമാറ്റിനകത്ത് തന്നെ വരും. ഇപ്പം ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടെക്സ്റ്റൊക്കെ ഇതിനകത്തോട്ട് വരും. അപ്പം ഇങ്ങനെയാണ് കോളംസ് റിമൂവ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ കോളം ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹോമിൽ പോവുക, ഷോ ആൻഡ് ഹൈഡ് ടാബ് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും കോളം ബ്രേക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ കോളം ബ്രേക്ക് ഇതിനകത്ത് ഇല്ല, നമ്മളത് നേരത്തെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് ഇതിനകത്ത് കോളം ബ്രേക്ക് ഒന്നുമില്ല. അഥവാ കോളം ബ്രേക്സ് ഉണ്ടെങ്കിൽ നമുക്കിത് ഷോ ആൻഡ് ഹൈഡ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ അത് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ പ്രിൻ്റ് എടുക്കാൻ നമ്മളൊന്നില്ലെങ്കിൽ Ctrl+P പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഫയലിൽ പോയിട്ട് ബാക്ക് സ്റ്റേജ് വ്യൂവിൽ പോവാം. എന്നിട്ട് ഇവിടെ നിന്ന് പ്രിൻ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രിൻ്റ് ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ട്യൂട്ടോറിയലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രിൻ്റ് കൊടുക്കണമെങ്കിൽ എത്ര കോപ്പീസ് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏത് പ്രിൻ്ററിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ എല്ലാ പേജും പ്രിൻ്റ് ചെയ്യണോ അതോ കറൻറ്റ് പേജ് പ്രിൻ്റ് ചെയ്യണമെന്നോ ആ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കസ്റ്റമൈസ് പ്രിൻ്റ് കൊടുക്കാം. നമ്മൾ പർട്ടിക്കുലർ പേജ് മാത്രം പ്രിൻ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പേപ്പർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. A4 വേണോ അതല്ലെങ്കിൽ നമുക്ക് ഏത് ഷീറ്റിലാണോ വേണ്ടത്, ഏത് പേപ്പർ സൈസിലാണോ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മാർജിൻസ് എങ്ങനെ സെറ്റ് ചെയ്യണം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൽ ഒരു പേജായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്, അത് 2 പേജസും കൂടി ഒരു പേജിൽ വരണോ ആ ഒരു രീതിയിലേക്ക് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ പേജ് വേണമെങ്കിൽ അതവിടെ ആ പേജ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ എന്ന്. അപ്പോൾ നമ്മളിവിടെ മാറ്റിനനുസരിച്ചിട്ട് ഓരോ ഓപ്ഷനും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ A4 ഷീറ്റ് മാറ്റിയിട്ട് A3 എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഇവിടെ ഓരോന്നും മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് എല്ലാം നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡോക്യുമെൻ്റ് പ്രിൻ്റായി വരുന്നതായിരിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. നമ്മളിപ്പോൾ പഠിച്ച ട്യൂട്ടോറിയലിൻ്റെ ഒരു സമ്മറി പേജ് അതിനകത്ത് കാണുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പഠിച്ചത് പേജ് മാർജിൻസ് എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ 2 ടൈപ്സ് ഓഫ് പേജ് ഓറിയൻറ്റേഷൻ എന്താണ്, നമുക്ക് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേജ് സൈസസ് ഏതൊക്കെയാണ്, അതെങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് പേജ് ബ്രേക്സിനെ കുറിച്ചാണ്. നമുക്ക് പലതരം പേജ് ബ്രേക്സ് ഉണ്ട്, അതുപോലെ സെക്ഷൻ ബ്രേക്ക് ഉണ്ട്. സെക്ഷൻ ബ്രേക്കിൽ തന്നെ നെക്സ്റ്റ് പേജ്, കണ്ടിന്യൂസ്, ഓർഡർ, ഈവൻ പേജ് ബ്രേക്സ് ഒക്കെ ഉണ്ട്. പിന്നെ വരുന്നത് കോളംസ്, ഒന്നിൽ കൂടുതൽ കോളംസ് എങ്ങനെ ഇതിനകത്ത് കൊണ്ടുവരാം, അതുപോലെ കോളം ബ്രേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. പിന്നീട് നമ്മൾ പഠിച്ചത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സിനെ എങ്ങനെ പ്രിൻ്റ് ചെയ്തെടുക്കാം, അത് പ്രിൻറ്റിങ് ഓപ്ഷൻസ് ഒക്കെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം, അതിനെക്കുറിച്ചിട്ടാണ് പഠിച്ചത്.